Hey guys, welcome to day 1 of 30 days trading challenge. So, ഇന്ന് ഞാൻ എടുത്ത ട്രേഡ്സ് രണ്ടെണ്ണമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് എടുത്തതെന്നുള്ളതാണ്. അപ്പോൾ റീസൺ സിമ്പിളാണ്. ലാസ്റ്റ് വീക്ക്ലി അനാലിസിസ് വീഡിയോ കണ്ടവരാണെങ്കിൽ മനസ്സിലാവും, ഞാൻ ക്ലിയർ ആയിട്ട് ഡയറക്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഗോൾഡ് ഈ വീക്ക് ബൈ ആണ് എന്നാണ്. അതായത് ആ ഒരു റീഫ്യൂവലിംഗ് കഴിഞ്ഞിട്ട് വീണ്ടും പമ്പ് ചെയ്യാൻ സാധ്യത ഉണ്ടെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അതേ വ്യൂ തന്നെ ആയതുകൊണ്ട് ബൈ പൊസിഷൻസ് ആണ് രണ്ടെണ്ണം എടുത്തത്. പക്ഷേ രാവിലെ ആദ്യം എടുത്ത് പറഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് അടിച്ചു. നമുക്ക് ആ ഒരു വ്യൂവിലേക്ക് പോകാം. ഇപ്പോൾ ചാർട്ട് 1 അവറിലാണ് കിടക്കുന്നത്. 1 അവറിൽ നമ്മുടെ ലെവൽസ് കാര്യങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ലെവൽസിൽ രാവിലെ മിറ്റിഗേറ്റ് ആയിരിക്കും നിങ്ങൾക്ക് കാണാം. ഈ ഒരു റേഞ്ച് വന്നിട്ട് എന്ത് ചെയ്തു, മാർക്കറ്റ് മിറ്റിഗേറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ലൈക്ക് 5 മിനിറ്റിലേക്ക് പോയി. 5 മിനിറ്റിലേക്ക് പോയിട്ട് ആ ഒരു റിജക്ഷൻ ഇവിടെ നോക്കിയാൽ കാണാം. ആ ഒരു റിജക്ഷൻ, ഈ ഒരു റിജക്ഷനാണ് ഞാൻ ക്യാപ്ചർ ചെയ്തത്. അതായത് ഫസ്റ്റ് ട്രേഡായിട്ട് ഞാൻ പ്ലേസ് ചെയ്തത് ഈ ഒരു റിജക്ഷനാണ്. 1:2 ആണ് റിസ്ക് റിവാർഡ് ഫോളോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം, ഇത് ആദ്യമേ TP എടുത്തോട്ട് നേരെ അങ്ങ് പോയി. അത് കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ച് വന്ന് എൻട്രി ഹിറ്റായി, അത് കഴിഞ്ഞിട്ട് നേരെ സ്റ്റോപ്പ് ലോസ് ഹിറ്റാണ് കാണിച്ചത്. സോ രണ്ടാമത്തെ ട്രേഡും ബൈ പൊസിഷൻ തന്നെയാണ് ഫോക്കസ് ചെയ്തത്. കാരണം ഓഫ് കോഴ്സ് എൻ്റെ ഡയറക്ഷൻ ബൈ ആണ്. പോരാത്തതിന് മുകളിൽ ലിക്വിഡിറ്റി ബിൽഡ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ ട്രേഡ് ഇപ്പോൾ സ്റ്റോപ്പ് ലോസ് ഹിറ്റാവും. ഇപ്പോൾ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി. സ്റ്റോപ്പ് ലോസ് ഹിറ്റായി കഴിഞ്ഞിട്ട് 15 മിനിറ്റിലേക്ക് ഒന്ന് പോവാം. ഇത് ഒരു ക്ലീൻ ലിക്വിഡിറ്റി ഗ്രാബ് കോൺസെപ്റ്റാണ് വന്നിരിക്കുന്നത്. ഞാൻ ഈ ലെവൽസ് ഒന്ന് ഡിലീറ്റ് ചെയ്യാം, അപ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവും. ഇത് നോക്കാം. ഇതുണ്ടോ, ഇവിടെ ലിക്വിഡിറ്റി ഗ്രാബ് ഫോർമേഷനാണ് പ്രോപ്പറായിട്ട് വന്നിരിക്കുന്നത്. ഈ ഒരു ഫോർമേഷൻ കഴിഞ്ഞപ്പോഴാണ് അടുത്ത എൻട്രി പ്ലേസ് ചെയ്തത്. അതായത് ഈ ഒരു ഗ്രാബ് സംഭവിച്ചതിൻ്റെ ലോയിലാണ് ഞാൻ നെക്സ്റ്റ് എൻട്രി പ്ലേസ് ചെയ്തത്. അതെന്ത് ചെയ്തു, അടുത്ത ടൈമിൽ മാർക്കറ്റ് വന്ന് എൻട്രി ട്രിഗറായി. സെയിം ഇവിടെയും 1:2 റിസ്ക് റിവാർഡ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് പോയിട്ട് തിരിച്ചു വന്ന ടൈമിൽ ഒരു പൊസിഷൻ്റെ കൂടെ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് സെയിം ട്രേഡ് തന്നെയാണ്. അതായത് 2 ട്രേഡാണ് ഞാൻ ടോട്ടലി ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഒരേ ട്രേഡ് ഡയറക്ഷനിൽ 2 എൻട്രിയാണ് ഞാൻ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതായത് മൾട്ടിപ്പിൾ എൻട്രീസ്, ലെയറിംഗ് എന്ന് പറയും. അപ്പോൾ ലെയർ ചെയ്ത് 2 എൻട്രീസാണ് ഞാനിവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും ഹിറ്റായി. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്ക് ഡയറക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ജസ്റ്റ് ഞാൻ 1 അവറിലോട്ട് പെട്ടെന്ന് പോവാം. ഡയറക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എന്താണോ എക്സ്പെക്റ്റ് ചെയ്തത് ആ ഒരു ലെവലിൽ മാർക്കറ്റ് റീച്ച് ആയിട്ടുണ്ട്. അതായത് ഇവിടുന്ന് ക്ലിയർ ബൈയിങ് ആണ്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാമായിരുന്നു, ഇവിടുന്ന് ട്രെയിൽ ചെയ്ത് അല്ലെങ്കിൽ പൊസിഷൻസ് ഹോൾഡ് ചെയ്ത് മുകളിലോട്ട് പോകാമായിരുന്നു. പക്ഷേ എന്താണ്, റൂൾസ് ആർ റൂൾസ്. എന്താണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് അത് കൃത്യമായി ഫോളോ ചെയ്യുക. അത് തെറ്റിച്ച് കഴിഞ്ഞാൽ വീണ്ടും ഡേ 1 വരണം. സോ ഇവിടെ എൻ്റെ ജേണലിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇതെൻ്റെ ട്രേഡിംഗ് ജേണലാണ്. 30 ഡേയ്സ് ചാലഞ്ചിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ റൂൾസ് കൊടുത്തിരിക്കുന്നതാണ്. അതായത് ഞാൻ ബേസിക് 3 സ്റ്റെപ്പ് റൂൾസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. എൻ്റെ ട്രേഡിംഗ് സ്ട്രാറ്റജിയോ അല്ലെങ്കിൽ മെത്തേഡ്സോ കാര്യങ്ങളോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ബേസിക്കായിട്ട് ഫോളോ ചെയ്യേണ്ട റൂൾസ്. അതായത് 2 ട്രേഡ്സ് പെർ ഡേ ആണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ അത് ഇന്ന് മീറ്റ് ആയിട്ടുണ്ട്. ഞാനത് ടിക്ക് ചെയ്തു. രണ്ടാമത് 1% പെർ റിസ്ക് ആയിരുന്നു എടുക്കുന്നത്, അതായത് പെർ ട്രേഡ്. അതും ഞാൻ ടിക്ക് ചെയ്തു. 2% ഡെയിലി ടാർഗറ്റാണ്. അപ്പോൾ അത് ഇന്ന് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം എന്താണ്, എനിക്കൊരു ആദ്യം 1% ലോസായി, പിന്നെ എനിക്ക് 2% ഗെയിനായി. അപ്പോഴത്തേക്ക് എൻ്റെ 2 ട്രേഡ് കഴിയുകയും ചെയ്തു അല്ലേ. അപ്പോൾ എൻ്റെ റൂള് കംപ്ലീറ്റ് ആയി. ഞാൻ മൂന്നാമതൊരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ റൂൾ വയലേഷനാണ്. അതുപോലെ തന്നെ ജേണലും പ്രോപ്പറായിട്ട് കീപ്പ് ചെയ്യുന്നുണ്ട്. ട്രേഡ് 1 എടുത്ത ടൈം ഏഷ്യ സെഷനിലായിരുന്നു ഞാൻ എടുത്തത്. XAUSD ബൈ ആണ്, ക്ലോസ്ഡ് ബൈ, സ്റ്റോപ്പ് ലോസ് അടിച്ചു, ക്ലോസ് ആയി. -$45 ആണ് പോയത്. അപ്പോൾ റിസ്ക് മാനേജ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടതൊക്കെ ആഡ് ചെയ്തേ പോലെ അതുപോലെ സ്റ്റോപ്പ് ലോസ് അടിച്ചതിൻ്റെ സ്ക്രീൻഷോട്ടും കൊടുത്തിട്ടുണ്ട്. അവിടെ നോക്കിയാൽ ട്രേഡ് 2 ക്ലോസ്ഡ് ബൈ മാനുവലി. അതായത് 2 പൊസിഷൻ ഉള്ളതുകൊണ്ട് തന്നെ TP ഹിറ്റാകുന്നതിന് മുന്നേ ഞാൻ മാനുവലി ക്ലോസ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ $100 എനിക്ക് പ്രോഫിറ്റ് ആയിട്ടുണ്ട്. സോ നേരത്തെ ഉണ്ടായിരുന്ന ലോസ് എന്ത് പറ്റി, അത് ആവറേജ് ചെയ്തു അല്ലേ. അപ്പോൾ ഇവിടെ എൻട്രി സ്ക്രീനും അതുപോലെ തന്നെ എക്സിറ്റ് സ്ക്രീനും കാണാം. അതുപോലെ തന്നെ അക്കൗണ്ട്സിൻ്റെ ഡീറ്റെയിലും ഉണ്ട്. നമുക്കിവിടെ നോക്കിയാൽ കാണാം. ലൈവ് അക്കൗണ്ട് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. ലൈവ് അക്കൗണ്ടാണ്. അതുപോലെ തന്നെ അതായത് ജേണലിന് കൊടുക്കുന്നതാണ്. നമ്മൾ 5,000 ആണ് സ്റ്റാർട്ട് ചെയ്തത്. $55 ആണ് ഇന്ന് പ്രോഫിറ്റ് വന്നിരിക്കുന്നത്. സോ ഇതാണ് ഡേ 1. റൂൾസ് മറക്കണ്ട. ഏതെങ്കിലും ഒരു ഡേ നിങ്ങൾ റൂൾസ് എത്തിച്ചാൽ നെക്സ്റ്റ് ഡേ തൊട്ട് ഡേ 1 ആയിരിക്കും. സോ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും സേഫ് ട്രേഡിംഗ്.